ഈശ്വര കുമ്പിടുന്നേ. പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. കഷ്ടം. എന്തായാലും എന്റെ നിരപരാധിത്വം കാലം തെളിയിച്ചു. വത്സലക്കുട്ടി കൂടി എന്നെ സംശയിക്കുന്നു അറിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. വലിയ ഫീലിങ്സ് ഒന്നും താങ്ങാനുള്ള കരുത്ത് എന്റെ ഈ ബോഡിക്കില്ല. സോറി, മനസ്സിനില്ല. സത്യം അറിഞ്ഞപ്പോ ഇവൾക്കും വിഷമം തോന്നി. കവലയിലെ കാര്യം കേട്ടപ്പോ ഇവിടെ ഇരുന്ന് തല തല്ലി കരയുകയായിരുന്നു. എത്ര ദുഷ്ടനായാലും സ്വന്തം ആങ്ങളല്ലേ. അതല്ലെന്നേ, എന്റെ വിശാല കക്ഷേട്ടനെ ഞാൻ സംശയിച്ചു പോയല്ലോ എന്ന് പറഞ്ഞായിരുന്നു അവളുടെ നിലവിളി. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെന്താ? നിങ്ങളുടെ ഈ പോളിസിയിലെ ചത്താൽ കുടുംബത്തിന് കാശ് കിട്ടുന്ന ഏതെങ്കിലും വകുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാവോ? ഇംപോസിബിൾ. ഇവരുടെ പൊന്നാങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ച് വല്ല ജീപ്പോ ലോറിയോ അവന്റെ നെഞ്ഞത്തോട്ട് കയറ്റി കൊല്ലുക. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് സഹായം കിട്ടുമല്ലോ. എന്തായി പറയണേ? അതെടി, തറച്ചാണ്ടി അച്യുതൻ നായരുടെ അളിയൻ ഒരു കോഴിക്കള്ളനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഉള്ള അന്തസ്സും പോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? അവനെങ്ങാനും ഇപ്പൊ ഒന്ന് കയറിയ പിന്നെ അത് മതി ബഹളത്തിന്. പിന്നെ എന്നെ മൂക്കിലോട്ട് വലിച്ചേറ്റും. ഞാനങ്ങോട്ട് ഇറങ്ങുവാ. അതാ നല്ലത്. എനിക്കൊരു ക്യാൻവാസ് പോളിഷ് ചെയ്യാനുണ്ട്. സോറി, പോളിസി ക്യാൻവാസ് ചെയ്യാനുണ്ട്. വരട്ടെ. പോട്ടെ. വളരെ ബുദ്ധിമുട്ടിയാണ് ഗോപാലൻ മുതലാളിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ കള്ളന്മാരും കാമുകന്മാരുമായ യുവാക്കളെ ജോലിക്ക് നിർത്തുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഗോപാലൻ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ മുരളി ജോലിക്ക് വരില്ല. അപ്പോ പ്രശ്നം കുറച്ചു കുറയും. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. കാക്കിയിടുന്നതിൽ വിഷമമുണ്ടോ? അപ്പോൾ ഭാവിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് സെക്ഷനിലാണ്. ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും. അല്ല, തീരെ ബുദ്ധി കുറഞ്ഞവരെയാണ് ഗോപാലൻ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മുതൽ അത് നിങ്ങളാണ്. പിന്നൊരു കാര്യം, വളരെ മോശം സ്വഭാവക്കാരനാണ് ഗോപാലൻ മുതലാളി. കണ്ടും അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത് എന്ന് വെച്ച് ഗമയ്ക്കൊന്നും കുറയ്ക്കണ്ട. നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ തന്നെ പൊയ്ക്കുള്ളൂ. അപ്പോ ആൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മുരളി, സക്സസ് ആടാ, സക്സസ്. ആ പരട്ട മുതലാളി സംഭവിച്ചടാ. വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടാ, അല്ലേ കാണായിരുന്നു. നീ ഉണ്ടാവരുന്ന ഒറ്റ കണ്ടീഷനിലാണ് വക്കീല് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അന്നം തരുന്നവൻ ദൈവം എന്നാ ചൊല്ല്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോലി ശരിയാക്കി തന്ന വക്കീല് ഞങ്ങൾക്ക് ദൈവം തന്നെ. പക്ഷെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ജോലിക്ക് പോകരുത്. അതെന്റെ ഇമേജിനെ ബാധിക്കും. അതിന് നീ വരുന്നില്ലല്ലോ. അതല്ല, നിങ്ങൾ പോയാലും എനിക്ക് പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അത് ശരി, കാമുകിയുടെ മുമ്പിൽ നിന്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ജോലി ഉപേക്ഷിക്കണം. അയ്യോ അതല്ല, നമുക്ക് വേറെന്തെങ്കിലും ജോലി ട്രൈ ചെയ്യാം. വൺ വേ പ്രേമവും ഇല്ലാത്ത ഇമേജും കൊണ്ട് നീയോ നശിച്ചു. ഇനി ഞങ്ങളെ കൂടി തൊലക്കണം. ഞങ്ങള് പോവും. മാത്രമല്ല, ഞങ്ങളുടെ ഈ ജോലിക്ക് എന്തെങ്കിലും തരത്തിൽ നീ ഒരു പ്രശ്നമായ ദൈവത്താണ് ഞങ്ങൾ നിനക്കിട്ട് പാരോണി. ആ പട, വേറെ ഒരു വഴിയില്ലാണ്ടാ. ഒന്നുകൂടി സ്റ്റൈലാവായിരുന്നു. ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ. 2 ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ? നിക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോറല്ല, ഗേറ്റ്. ഗേറ്റ്. പ്ലീസ് ഫോളോ മീ. ടെറസിന്റെ മുകളിലോ. ഇത് മൂത്തതാ, ഇതേളേത്? ചേട്ടോ, ചേട്ടാ, പട്ടി കടിക്കോ? ഒരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ലേ പിന്നെ എന്തിനാ വളർത്തുന്നേ? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്നാ പിന്നെ ഏത് പട്ടിയാ കൊരക്കാതിരിക്ക? കൊരക്കാതെ പട്ടി. ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി. മുതലാളി കടിക്കൂല, കൊര മാത്രമേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഇവിടുത്തെ സന്ധ്യക്കുഞ്ഞു പറഞ്ഞു. ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? മനസ്സിലായി. എന്റെ വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലി പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ.
ഇടാൻ പെട്ടതിനേക്കാളും പാടാണ് ഊരാൻ. ഓ, ഇനി വേണ്ട. നല്ല സ്ത്രീ അല്ലേ? മൂപ്പ് കുറവാ. അവർക്കോ? പഴയ പോലെ കായ്ക്കണില്ല. നാരായണ, വിളിക്കുന്നു. ഓ, നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. റാങ്ക് ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റെയ്ഡ് പാർട്ടികളോ? ഇൻകം ടാക്സും ഷെയർ ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന്, അയ്യോ, അയ്യ, വരുന്നത് കണ്ട പെണ്ണ് കാണാൻ വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ? ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. എടാ, ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. അല്ല, ഇതെവിടുന്ന് ഈ വഴി? നമ്മള് പെരുവഴിയിലാവൂടി എല്ലാം ഒളിപ്പിച്ചോ? എന്തോന്ന് ഒളിപ്പിക്കാൻ? എടി മൂദേവി, പണ്ടവും പണവും ഒക്കെ പത്തായത്ത് വെക്കേ. പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ. കോഴികളെ അല്ലാതെ പണ്ടവും പണവും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീല് പറഞ്ഞ പിള്ളേരാണത്. പിടി 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 പിടി. വിഴിക്കോ? വിഴുങ്ങിയോ? വിഴുങ്ങി. ഇനിയിപ്പോ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരപ്പലുണ്ടല്ലോ. ദേ, വക്കീല് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേൽ ഈ ബെൽറ്റ് വേണ്ട. ഇതില്ലേലും തളയ്ക്കാലോ. ദേ, ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചോ? അല്ല, കുഞ്ചു. രമേശ് എന്നാ ശരിയായ പേര്. തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല, ശരിയായ പേരാ. ഞാൻ MC പ്രകാശൻ. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും MC പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ, ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കിൽ മുട്ട, കിട്ടിയത് തട്ടാം. ഇത് ഓഫീസ്. കണക്കുകളൊക്കെ പോറ്റി വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവർ? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചാണ് വലിയ കള്ളന്മാരായിത്തീരുന്നത്. ശരിയാ. മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി എനിക്കല്ലോ അവന്. സോറി കേട്ടോ. മുരളി, യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെയല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സ്വാർത്ഥരായി, എന്റെ അളിയച്ചരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗത ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടെ നിന്ന് സംഘടിപ്പിച്ചു വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്? മുരളി, കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല,
ജതങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവ്വരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത് ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ. കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരിടാൻ പറഞ്ഞ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡിയാക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇങ്ങ് തന്നെ. ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ, കള്ളന് കാളനാണല്ലോ ചേർച്ച. എന്തിയേ? ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പം നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ എനിക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറെ മാനായി. കൊള്ളാം. പക്ഷെ തറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? ഒത്തെറ്റിപ്പോയി. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. കുറെ ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കൊരക്കണ പട്ടി കടിക്കില്ലെന്നാ. എന്താടി പറഞ്ഞേ? പട്ടിയെന്നോ? യോ, എന്താ ഇവിടെ ഒരു കൊലവിളിയാ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും ചിലപ്പോ കടിച്ചെന്ന് വരും. ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി. പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിലേ താനോട് എത്തിരിക്കും. ആ ഇല്ലെന്നാ ഞാനല്ലേ പറയണത്. സ്റ്റോപ്പ്, എത്തിച്ചോളാന്ന് പറഞ്ഞില്ലേ? ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, മനു കൃഷ്ണ. അയ്യോ, ഇതാരും മനുമോനോ? എപ്പോ എത്തി? ജസ്റ്റ് നൗ, ഇപ്പൊ വന്നതേ ഉള്ളൂ അങ്കിൾ. പോറ്റി എവിടെ? എന്റെ മോനെ, പോറ്റിക്ക് തീരെ വയ്യ. അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്കപ്പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു. ഐ സി. എന്താ പേര്? കുഞ്ചു. ഞാൻ MC പ്രകാശൻ. 2 ആഴ്ചയായി മോനെ കണ്ടേ ഇല്ലല്ലോ. ബിസിനസ് ടൂറിലായിരുന്നു. അച്ഛനിപ്പോ തീരെ വയ്യല്ലോ. എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ. വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ചുണയുള്ളൊരു മോനുണ്ടല്ലോ. എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. എന്റെ തുടക്കത്തില് എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ. കോളേജിൽ പോകുന്നില്ലേ? ആ, നേരം പുലർന്നാ പിന്നെ അവക്ക് ഒരുങ്ങാനേ നേരമുള്ളൂ. എന്നാലോ സമയത്തൊട്ട് പോകത്തുമില്ല. ആ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ. നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം. നെല്ല് തീരെയില്ല. ഉണ്ടെങ്കിൽ ഒരു 2 ലോഡെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഓക്കെ ഓക്കെ, ഡസന്റ് മാറ്റർ. ഒരു നമ്പർ ട്രൈ ചെയ്തേ. 777-477. 777-477. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. യെസ്. ഹലോ, മനു ഹിയർ. 2 ലോഡ് നെല്ല് അങ്കിളിന് അയച്ചേക്കണം. ഗോഡൌണിൽ എടുത്താൽ മതി. ഓക്കെ ഓക്കെ. മില്ലിൽ ഇപ്പൊ ലോറി എത്തും. വലിയ ഉപകാരം. സമയായി, ഞാൻ പോവാട്ടോ. ഓ, ടൈം. പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. ലേബർ ഓഫീസറെ കാണണം, പിന്നെ ബാങ്കിലൊന്ന് പോണം. അങ്കിൾ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ആന്റിയോടും പറഞ്ഞേക്കാം മോനെ. ഓക്കെ, ബൈ, സീ യു. ഗ്ലാസ് മേടിക്കണേ. ഓ, താങ്ക് യു. ബൈ. നിനക്ക് പാര വക്കീലാന്നാ ഞങ്ങൾ ധരിച്ചത്. പക്ഷെ ഇപ്പോ നിനക്കും വക്കീലും ചേർത്തൊരു വലിയ പാര. മനു കൃഷ്ണ, നെല്ല് വാങ്ങി മറച്ചു വിൽക്കുന്ന ഒരു മൊത്തക്കച്ചവടക്കാരൻ. ഒക്കെ കൂട്ടി കിഴിച്ചു നോക്കുമ്പോ അവൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ അയാളാണെന്ന് എനിക്ക് തോന്നുന്നു. ആണുങ്ങളായി ജനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ജനിക്കണം. എന്തായാലും ഒരു പത്രാസ്. ബൈക്കിൽ ചെത്തി വന്ന് നിൽക്കുന്നു. കൂളിംഗ് ഗ്ലാസ് വിത്ത് ചങ്ങല ഊരി പോക്കറ്റിലിടുന്നു. ഈ വിരലിലിട്ട് വട്ടം കറക്കിക്കൊണ്ട് രാജകീയ ഭാവത്തോടെ കണ്ടു കഴിഞ്ഞാൽ കൊതി വന്നിപ്പോടെ. അത് മാത്രം, എന്താണ് അയാൾക്ക് അവിടെ ഒരു സ്വീകരണം? മുതലാളി ഓച്ചാനിച്ച് നിൽക്കുന്നു, അവൾ ചായ കൂട്ടുന്നു.
നീ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചോ, അമ്മയോടെന്നുള്ള വ്യാജന അവൻ കേൾക്കാൻ അവളുടെ ഒരു യാത്ര പറച്ചില്. കൂട്ടിലിട്ട് വെരുകിനെ പോലെയായിരുന്നു പിന്നീട് അവന്റെ അവസ്ഥ. അത് നീ ശ്രദ്ധിച്ചോ? ആ പിന്നെ എന്തൊക്കെ നമ്പറുകളായിരുന്നു. ലേബർ ഓഫീസറെ കാണണം, ബാങ്കിൽ പോണം. എടാ മുരളി, 9ാം ക്ലാസ്സിന്റെ ഓർമ്മയുമായി കഴിയുന്നവല്ലേ നീ? അതേ 9ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് എഴുതിയ ഒരു പരീക്ഷയുണ്ട്. അതില് 10ൽ 10 മാർക്കും കിട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഓർക്കുന്നുണ്ടോ നീ? ചേരുംപടി ചേർക്കുക. അതേടാ, ചേരുംപടി ചേർത്തപ്പോ ആ കോളത്തിൽ അവൾക്ക് ചേരുന്നത് മനു കൃഷ്ണ തന്നെ. സത്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മനസാക്ഷി എന്നോടൊന്ന് പറയുന്നുണ്ട്. എനിക്കത് മതി, വിശ്വസിക്കാനും ആശ്വസിക്കാനും. നിന്റെ മനസാക്ഷിക്കും വിവരമില്ലേ? ഉം.